ഇന്ന് മലബാറിൻ്റെ ജനകീയ ഇനമായ ഒപ്പനയാണ് വിവിധ വേദികളിലായി അരങ്ങേറുന്നത്. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരം പല വേദികളിലായി അരങ്ങേറുമ്പോൾ ഈ കുട്ടികൾ വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പായുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. മേക്കപ്പ് ഉൾപ്പെടെ വേഷധാരികൾ വേഷം ഉൾപ്പെടെ അണിയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാം നമുക്കിതിന് ഗ്രീൻ റൂമിൽ. അതെയോ? ഗ്രീൻ റൂമിൽ നിന്നും എത്തിയിട്ടുള്ളത് കുട്ടികൾക്ക് കലാപരമായ പരിശീലനം നൽകുന്ന അധ്യാപികയാണ് നമ്മോടൊപ്പം ഉള്ളത്. ടീച്ചറെ, എങ്ങനെ കുട്ടികളെ നിലവാരങ്ങൾ എങ്ങനെ മെച്ചപ്പെടുന്നുണ്ട്? നമുക്കിപ്പോൾ ഈ 2 വർഷമായിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, പ്രളയം എല്ലാം കാരണം ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അതേ അപേക്ഷിച്ച് മക്കളെല്ലാം ഇപ്പം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏതൊക്കെ ഇനങ്ങളാണ് ടീച്ചർ പഠിപ്പിച്ചത്? ഞാൻ സംഘനൃത്തം ഉണ്ടായിരുന്നു, അതിൽ 3rd with A grade ഉണ്ട്, പിന്നെ തിരുവാതിര, ഒപ്പന, ഫോക്ക് ഡാൻസ്. ഇവരെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നല്ല എന്താ പറയുക പ്രാരാബ്ധത്തിൽ തന്നെയായിരുന്നു. 2 വർഷത്തെ ഡ്രസ്സിങ്ങാണ് അവരുടെ മെയിൻ. അവരൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ അവരൊന്ന് പച്ച പിടിച്ച് കയറുന്നു അല്ലേ, കയറി വരുന്നുണ്ട്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ വീണ്ടും ഒരു കലോത്സവം വരികയാണ് അല്ലേ? രക്ഷപ്പെടണം. എങ്ങനെയായിരുന്നു കോവിഡ് കാലൊക്കെ? എങ്ങനെയായിരുന്നു? വളരെ ദുരിതമായിരുന്നു. നിങ്ങൾക്ക് എത്ര രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ റെന്റിന് കൊടുക്കുന്നുണ്ട്? എത്ര രൂപയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാവും? ഞങ്ങൾ ഇന്നലെ 48 സംഘനൃത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ? നിലമ്പൂര് ഒരു കട നടത്തുകയാണ്. അതെ അതെ, ഡാൻസ് മഹൽ അറിയും. എല്ലാം ഉണ്ട്. ഒപ്പന, മാർഗംകളി, തിരുവാതിര, സംഘനൃത്തം. ഇതൊന്നും ഉണ്ടായിരുന്നില്ല, റെന്റിന് കൊടുത്തില്ലായിരുന്നല്ലോ. ആ സമയത്ത് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. പ്രതീക്ഷയാണല്ലേ വീണ്ടും ഒരു കലോത്സവം ഉണർന്നതോടുകൂടി? അതെ അതെ. ഏതായാലും ഇതുപോലുള്ള ഒരുപാട് ആളുകൾ പറയാണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ ഡാൻസ് മഹൽ എന്ന് പറഞ്ഞാൽ ഇവരെടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പാവപ്പെട്ട മക്കളെയും പഠിപ്പിച്ച് ധൈര്യത്തിൽ കയറ്റാം, നമ്മളോട് വില പേശില്ല. ഈ നിലമ്പൂരിന് ഏറ്റവും അഭിമാനം തന്നെയാണ് ഇവരുടെ ഡ്രസ് കളക്ഷൻ. കാരണം പാവപ്പെടുന്ന കലാപരമായ ഒരുപാട് കുട്ടികൾ പാവപ്പെട്ട് കഴിയുന്നുണ്ട്. നമ്മളവരൊക്കെ ഏറ്റെടുത്താലും ഇവരോട് നമ്മളെ കാര്യം അവതരിപ്പിച്ചാൽ അവരാ കുട്ടി കഴിവില്ല കുട്ടിയാണോ ആ കുട്ടി ഒരു ബുദ്ധിമുട്ടും കൂടാതെ സ്റ്റേജിൽ കയറിയിരിക്കും. നല്ലൊരു മനസ്സ് തന്നെയാണ്. ഏതായാലും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കോവിഡ് കാലത്ത് ഇവർ കുറേ ദുരിതം അനുഭവിച്ചു. അതുപോലെ അങ്ങനെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം കൂടി പകരുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് ഇവർ. ഏതായാലും ഇനിയൊരു മഹാമാരി വന്ന് ഇത്തരം ആളുകളെ തളർത്താതെ നമ്മുടെ നാട് എന്നത്തേലും ഒരു മികച്ച രീതിയിൽ ഇതുപോലെ കലോത്സവങ്ങളും മറ്റ് കലാപരമായ രംഗങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഗ്രീൻ റൂമിൽ നിന്നും ചായം തേച്ച് ആഭരണ വേഷഭൂഷാദികളൊക്കെ ധരിച്ച് നല്ല മണവാട്ടിയും തോഴിമാരും നല്ല സുന്ദരികളായി നിൽക്കുകയാണ് ഇവിടെ. നിങ്ങൾ റെഡിയായോ? സ്റ്റേജ് ഇനി എന്താണ് അടുത്ത സ്റ്റേജ്? ഇനി ഞങ്ങൾ കളിക്കാൻ പോവാണ്. എവിടെ കളിക്കാൻ? സ്റ്റേജിൽ കളിക്കാൻ നല്ല തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. ജില്ലയിലൊക്കെ പോകുന്ന ഉറപ്പുണ്ടോ? ഞങ്ങൾ ഉറപ്പ് 100% ഉറപ്പുണ്ട്. മണവാട്ടിയും തോഴിമാരും തയ്യാറായി നിൽക്കുകയാണ് അല്ലേ? ഒക്കെ ഉഷാറായോ? പഠിച്ച് റെഡിയാണോ? കളറാക്കും. കളറാവോ? അപ്പോൾ എങ്ങനെ ഞങ്ങളൊരു 2 വരി പിന്നെ ഞങ്ങൾക്ക് പാടിത്തരുമോ? കളിച്ചു തരുമോ? കുറേശ്ശൂരിൽ കീമ കുടുംബത്തിൽ വന്നൊരു പുന്നാരി ബിന്ദു താജിറത്തായോരെ
വെന്ത് മഹിമ പുകളത്ത് ഷാമിലും സിറിയയിലും കൂടി തിമിർത്താനെ ലാഭം വാങ്ങിത്തോടിന്താനെ